അതെ, എല്ലാ മനുഷ്യ ശരീരത്തിലും ഹോർമോൺസ് ഉണ്ട്. ചില വ്യക്തികളിൽ ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും വരുന്ന ആളുകളുണ്ട്. ഇന്ന് നമ്മുടെ ഓഫീസിൽ ഒരു ഉപ്പയും ഉമ്മയും ഒരു മോളും വന്നു. ആ മോളുടെ കല്യാണ ആവശ്യാർത്ഥമാണ് അവർ വന്നത്. ആ മോൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അവൾക്ക് ഹോർമോണിൻ്റെ ഒരു ചെറിയ ഇംബാലൻസ് കൊണ്ട് സ്ഥിരമായിട്ട് ഗുളിക കുടിക്കണം. അപ്പോൾ എന്താണൊക്കെ എന്ന് പറഞ്ഞാൽ ഈ താടീൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ചെറുതായിട്ടൊരു രോമ വളർച്ച. അത് ഒരു പിന്നെ അതിൻ്റെ ഓവറായിട്ടൊന്നും ഇല്ല. നിങ്ങൾക്ക് ആ മോളുടെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഓവറായിട്ടൊന്നും ഇല്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പോൾ അത് റിമൂവും കാര്യമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പാർട്ട്ണറിനെ വേണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ നമുക്കെന്നാൽ ആ മോളെ കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കംപ്ലീറ്റ് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഓഫീസിൽ ഇന്ന് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഫാജിസയും ഫാജിസാൻ്റെ ഫാമിലിയാണ് വന്നത്. ഇവർ വടകരയാണ് സ്ഥലം. കല്യാണ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത്. ഫാജിസ, എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഫാജിസാക്ക് 27 വയസ്സാണ് കേട്ടോ. അതായത് എത്ര വരെ പഠിച്ചേ? +2 കഴിഞ്ഞ്, പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയി, പിന്നെ ഫാഷൻ ഡിസൈനിങ് പ്രൈവറ്റിൽ പോയി, ഇപ്പം ഗവൺമെൻറ്റിൽ പോയി. ഫാജിസ, ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ടോ? ഫുഡെന്ന് വെച്ചാൽ ചെറുങ്ങനെ ഉണ്ടാക്കും. ബിരിയാണി വെക്കലുണ്ടോ? അപ്പോൾ പിന്നെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ? ഫ്രണ്ട്സ് ഉണ്ട്. അതെ. ഫാജിസാൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം ഫാജിസാനോട് കുറച്ച് സംസാരിച്ചിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്നുള്ളതിൽ എടുത്തതാണ്. ആളെല്ല സ്മാർട്ടാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അതെ, എല്ലാത്തിനും ഓക്കെ ആണ്. പിന്നെ അവളുടെ ഹൈറ്റ് എത്രയാണോടാ? ഹൈറ്റ് 145. 145 അല്ലേ? അതെ, 145 ഹൈറ്റ് കേട്ടോ. ഫാജിസ, എങ്ങനെയുള്ള പിയാപ്പിളിനെയാണ് വേണ്ടേ? എന്ന് വെച്ചാൽ എൻ്റെ എല്ലാം അറിഞ്ഞിട്ടുള്ളൊരു ആളെയാണ് ഞാൻ നോക്കുന്നത്. അതെ, പിന്നെ ഫാജിസാൻ്റെ ബുദ്ധിമുട്ട് കാര്യമൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളല്ലേ? ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തുടക്കത്തിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറയാറ്. ഈ വീഡിയോയിൽ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഫാജിസാക്ക് 27 വയസ്സല്ലേ ആയത്? നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചനയൊക്കെ പറ്റുമോ? ഒരു 32 അല്ലേ? ഒരു 32 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനയാണ് വേണ്ടത്. നമുക്ക് കണ്ണൂരും കോഴിക്കോടും ഉള്ള ആലോചനയാണ് വേണ്ടത് അല്ലേ? ഒരു 32 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനയാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരാലോചന വരട്ടെ. ഫാജിസാക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, എത്രയും പെട്ടെന്ന് നല്ലൊരാൾ വരട്ടെ അല്ലേ? അതെ ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഹോർമോൺ പരമായിട്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു താടിയിൽ രോമ വളർച്ച ഉണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അതും ടാബ്ലറ്റ് നിർത്താതെ സ്ഥിരമായിട്ട് കുടിക്കണം. ടാബ്ലറ്റ് നിർത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ രോമ വളർച്ച കൂടും, അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ആ ടാബ്ലറ്റ് കഴിക്കണം, അതാണ്. അപ്പോൾ അത് റിമൂവ് കാര്യമൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ. അടുത്തായിട്ട് ഈ മോക്ക് തന്നെ പ്രതിരോധ ശേഷി കുറച്ച് കുറവാണ്. അപ്പോൾ അതിനുള്ള ഒരു ടാബ്ലറ്റും സ്ഥിരമായിട്ട് കുടിക്കണം. അതായത് നമ്മളിപ്പോൾ ഗുളിക നിർത്തിയാൽ പെട്ടെന്ന് പിന്നെ പനിയോ ജലദോഷമൊക്കെ വരും. അപ്പോൾ സ്ഥിരമായിട്ട് ആ ഗുളികയും കുടിക്കണം. ഈ വിഷയമാണ് ഈ മോൾക്കുള്ളത്. അപ്പോൾ ഉപ്പ പറഞ്ഞു, പല ആൾക്കാരും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കല്യാണാലോചനയായിട്ട് വരും. അതിലൂടെ എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാകാത്തൊരവസ്ഥയാണ്. അത് ഭയങ്കര ഒരു അവസ്ഥയാണ്. ഈ ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞങ്ങ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റൂല. ഒരു പുറത്തൊരു കല്യാണം വീട്ടിൽ നിന്ന് ഇവിടുന്നൊക്കെ പെൺകുട്ടീനൊക്കെ അത്തിച്ചേരുമെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് പറയാമെന്ന് പെട്ടെന്ന് നമുക്ക് തിരികെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓപ്പണായിട്ട് ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ട് ആ മോക്ക് പറ്റിയ ഒരു പാർട്ട്ണറിനെ നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇതിലാരും അനാവശ്യമായിട്ടുള്ള കമൻറ്റ് കാര്യമൊന്നും ഇടരുത്. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. ആ മോക്ക് പറ്റിയൊരു പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് ഇത് എത്തിക്കണം. വീഡിയോപരമായിട്ട് ഇങ്ങനെ കല്യാണ ആലോചനകൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ നാട്ടുകാർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, നാട്ടുകാർ മൊത്തം കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരും പറയുന്നവരും ഉണ്ടാവും. അവരോടായിട്ട് പറയാണ്, ഇത് 2025 ഒരു പുതിയ രീതിയിൽ നമ്മളൊരു കല്യാണ ആലോചനകൾ നോക്കുകയാണ്. ഒരു മോളുടെ അല്ലെങ്കിൽ ഒരു ബ്രോൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് കാര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിലും അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ജോബ്, അവരുടെ ക്യാരക്ടർ അങ്ങനെയൊക്കെ കണ്ടിട്ട് ആളുകൾ അട്രാക്റ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ്. നമ്മൾ കല്യാണാലോചന നോക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എവിടെയുണ്ടോ അവിടെ നിന്ന് നമ്മളൊരാളെ കണ്ടെത്തണം. അതിനുള്ള ഒരു മാർഗം മാത്രമാണ് ഇത് ചെയ്തുകൊണ്ട് കുടുംബത്തിൻ്റെ മാനം ഇടിഞ്ഞു വീഴും അല്ലെങ്കിൽ അപമാനമായി ഇതൊന്നും ചിന്തിക്കരുത്. ആരും ആ രീതിയിലൊന്നും ഈ വീഡിയോ ചെയ്യുന്ന ആളുകളോട് പറയുകയും ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം പോസിറ്റീവ് മൈൻഡിൽ എടുക്കണം. നമ്മൾ പുതിയ രീതിയിലുള്ള ഒരു അന്വേഷണം, വിവാഹ അന്വേഷണം എന്നുള്ള രീതിയിൽ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ.